നമസ്കാരം. എല്ലാവർക്കും ശ്രീവിദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീവിദ്യയുടെ മൂന്നാമത്തെ ബാച്ചാണ് ഗുരുനാഥൻ തുടങ്ങുന്നത്. ഇതില് 4 ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളുണ്ടാവും. അടുത്ത ക്ലാസ് 15-ാം തീയതിയും അതിൻ്റെ അടുത്തത് 22-ാം തീയതി ഒന്ന് കഴിയുകയും ചെയ്ത് ഇപ്പൊ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ശ്രീവിദ്യ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിന്റെ പഠനവും പരിശീലനവും തുടങ്ങുക. സത്യത്തിൽ പഠിക്കാനൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്യാൻ, പരിശീലിക്കാൻ മാത്രമേ ഉള്ളൂ. ഗുരുനാഥൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും. പക്ഷെ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ 4 ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ ഇതിന്റെ ചരിത്രം, ഇതിന്റെ ശാസ്ത്രം, ഇതിന്റെ ഭൗതിക ഭാഗം, ആധ്യാത്മിക ഭാഗം, ഇതാർക്കൊക്കെ ഇത് പരിശീലിക്കാം, എന്തെല്ലാം ചിട്ടകളാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. 4 ക്ലാസ് കൊണ്ട് നമുക്ക് എന്താണ് ശ്രീവിദ്യ ഉപാസന, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഔട്ട്ലൈൻ കിട്ടും. ബാക്കി കാര്യങ്ങൾ ഗുരുനാഥൻ എങ്ങനെ പരിശീലിക്കണം, ഒരു ഗൃഹസ്ഥന്മാരായ നമ്മൾക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിന്റെ ഭാവിയിലേക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം, ഇതിൻ്റെ അകത്തുള്ള ധർമ്മവും അധർമ്മവും എന്താണ്, പാപവും പുണ്യവും എന്താണ് എന്ന കാര്യങ്ങളൊക്കെ, ശുദ്ധവും അശുദ്ധവും എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഗുരുനാഥൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലാസ് എടുക്കാൻ വേണ്ടി ഗുരുനാഥനെയും ഗുരുപത്നിയെയും ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും ഒരു പുതിയ പാഠ്യപദ്ധതിയിലേക്ക് പ്രവേശിക്കുകയാണ്. ധാരാളം ആധ്യാത്മികമായ സത്സംഗങ്ങൾ നടക്കാറുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു പാഠ്യപദ്ധതിയാണ് ഈ ഇതിലുള്ളത്. നമുക്ക് എല്ലാ ക്ലാസ്സിലും തുടങ്ങി നാമം ജപിച്ചുകൊണ്ടാണ്. എല്ലാവരും നിവർന്നിരിക്കുക. അതാത് ആളുകളുടെ കുലദേവത്തെ, ഗുരു കാരണവന്മാരെ, ഗുരു പരമ്പരയെ, മാതാപിതാക്കൾ, ഇത്രയും ആളുകളുടെ അനുഗ്രഹം കൊണ്ട് ഈ കാര്യം മുന്നോട്ട് പോകുന്നു. ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മൾ മാത്രം പരിശ്രമം പോരാ, കൂടുതൽ ഈശ്വരാനുഗ്രഹം വേണം. ആ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്വന്തം മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. അതേപോലെ തന്നെ കുലദേവത അനുഗ്രഹം വേണം. ആ കുലദേവതയെ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഗുരുവിൻ്റെയും അതുപോലെ ആ ഗുരുവിനെ തുടർന്ന് ഒരു ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം വേണം. പിന്നെ ഈ സമ്പ്രദായം മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഗുരു പരമ്പരയെ സ്മരിക്കണം. ഇവരെ മുഴുവൻ സ്മരിച്ച് അവർ മുൻ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കാം. ഈ കലാംശം ആരംഭിക്കാം. ഇപ്പം എല്ലാവരും നിവർന്നിരിക്കുക. നട്ടലിൽ നിവർത്തി വെക്കാം. നട്ടൽ നിവർത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രീവിദ്യാ സാധന. നിവർത്തി വെച്ചിരുന്ന് നാമം ജപിക്കാം. എല്ലാ ശിരസിൽ തൊട്ടുകൊണ്ട് പറയാം: വാമദേവ ഋഷി മേച്ചുണ്ടൽ പങ്ക്തിച്ഛന്ത ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത. എന്നൊന്നുകൂടി ആവർത്തിക്കാം. ശിരസ് വെച്ചു കൈവെത്തൊട്ടുകൊണ്ട് പറയാം: വാമദേവ ഋഷി. അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കും, മനസ്സിലാക്കും. വാമദേവ ഋഷി മേൽച്ചുണ്ടിൽ പങ്ക്തിച്ഛന്ത ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത. നാമം ജപിക്കാം. ഓം നമഃ ശിവായ, 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 ഓം
നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദം. സദാശിവരുദ്രോ ദേവതാ. ഗുരുർ ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമേഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ആ ബ്രഹ്മാണ്ഡപിപീലികാന്തതനുഭിൽ സുജൃംഭമാണാസ്ഫുടം ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഭാസകതയാ സർവത്രയാ ദിവ്യതി. സാ ദേവീ ജഗദംബികാ ഭഗവതി ശ്രീരാജരാജേശ്വരി ശ്രീവിദ്യാകരുണാനിധി ശുഭകരി ഭൂയാത് സദാ ശ്രേയസേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ഒരു അധ്യായം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത്. എവിടെ നിന്നാണ് ശ്രീവിദ്യ തുടങ്ങേണ്ടത്? ഒരു ശ്രീവിദ്യാസാധന എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഏത് സാധനയും ആരംഭിക്കുന്നത് തന്നിൽ നിന്നാണ്. കാരണം ഭാരതീയമായ ഏത് സാധനയുടെയും ഉദ്ദേശം ആത്യന്തികമായിട്ടൊന്നാണ്. ഞാനെന്ന ഭാവമതു തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണം. ഇതാണ് ഭാരതീയ ആധ്യാത്മിക സാധനയുടെ ആകെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ഭാവം, നമ്മുടെ ഉള്ളിലേക്കൊരു ബോധമുണ്ട്. ഞാൻ എന്ന ബോധമാണ്. എല്ലാവരും ഞാൻ എന്ന് പറഞ്ഞ ബോധമുണ്ട്. ആ ബോധം എവിടെയുള്ളത്? ശരീരത്തിനുള്ളിൽ നിന്നുള്ള ബോധം. ശരീരം ഉണ്ടെങ്കിലേ ഞാൻ എന്ന് പറയുന്ന ബോധമുള്ളൂ. ശരീരത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നൊരു ബോധമാണ്. അവിടെ നിന്നുകൊണ്ടാണ് നാം ഈ പ്രപഞ്ചത്തെ കാണുന്നത്, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ മുത്തശ്ശിമാർ പറയുന്നു, നിന്റെ ഉള്ളിലെ ഞാൻ എന്ന് പറയുന്ന ബോധം അത് പൂർണ്ണമായിട്ട് ശരിയല്ല. എന്തായി തീരണം? അഖിലം ഞാനിതെന്ന വഴി, മുഴുവൻ ഞാനാണ്.
ആ വഴി തോന്നണം. മനസ്സിലായല്ലോ? ഈ മുഴുവൻ ഞാൻ എന്ന് പറയുന്ന ബോധം എന്താ? അഖിലം ഞാൻ. ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സമയത്ത് ആ പ്രപഞ്ചബോധത്തെയാണ് അഖിലം ഞാൻ എന്ന് പറയുന്നത്. ഞാനും പ്രപഞ്ചം ഒന്നായിത്തീരും എന്നതാണ് നമ്മുടെ യഥാർത്ഥ മാർഗം. ഭാരതീയമായ ഹൈന്ദവികമായ ഏത് ആധ്യാത്മിക സാധനയുടെയും ആത്യന്തികമായ ലക്ഷ്യം ആ ബോധതലത്തിന്റെ വികാസമാണ്. പൂർണ്ണതയിലേക്ക് എന്താ പ്രപഞ്ചത്തിലെ പൂർണ്ണത എന്താണ്? പ്രപഞ്ചബോധമാണ്. പ്രപഞ്ചം തന്നെയാണ് പൂർണ്ണത. പ്രപഞ്ചത്തിന് ഒരു പ്രപഞ്ചബോധമുണ്ട്. അവൻ സത്യത്തിൽ ഞാനും നിങ്ങളും ഇവിടുത്തെ മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈശ്വരൻ എവിടെയാ എന്ന് ചോദിച്ചാൽ അണോരണീയാൻ മഹതോ മഹീയാൻ. ഭാരതീയമായ കാഴ്ചപ്പാടതാണ്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന പരമാണുക്കളാണ്. ഓരോ പരമാണുവിന്റെ ഉള്ളിലും അഥവാ അതിനെ ഭേദിച്ചാൽ അതിൻ്റെ ഓരോ ചെറിയ കണികകളിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. പ്രപഞ്ചം പരമാണുക്കളെ കൊണ്ട് സൃഷ്ടമായതുകൊണ്ട് പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ അണോരണീയാൻ മഹത്വം, പരമാണുവിലും പ്രപഞ്ചത്തിലും ഒരേപോലെ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. അപ്പോ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ വസ്തുക്കളും പ്രപഞ്ചത്തിന്റെ ഭാഗമായതുകൊണ്ട് നമ്മുടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ എല്ലാവരെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അർത്ഥം ഇവിടുത്തെ ചരാചരങ്ങളുടെ മുഴുവൻ ഉള്ളിലും മനുഷ്യന്റെയും പിപീലി ഒരു ആ ബ്രഹ്മാണ്ട പിപീലികാന്തനുഭവ സുജൃംഭമാണ് ആ സ്മരണം. ബ്രഹ്മാണ്ടം മുതൽ ഒരു ഉറുമ്പിന്റെ ചിതലിന്റെ ഉള്ളിൽ വരെ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മളുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ ഈശ്വരൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ 3 തരത്തിലുള്ള പാപങ്ങളെ കൊണ്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സാവും എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്. പക്ഷേ അത് അനുഭവിക്കാൻ കുറച്ച് തടസ്സമുണ്ട്. 3 തരത്തിലുള്ള പരിമിതികൾ നമുക്കുണ്ട്. ഒരു മനുഷ്യന് ഈ പ്രപഞ്ച എല്ലാ വസ്തുക്കൾക്കും 3 തരത്തിലുള്ള പരിമിതികളുണ്ട്. അത് ആണവമലം, മായികമലം, കാർമ്മികമലം. ഇങ്ങനെ 3 മാലിന്യങ്ങളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ കാർമ്മികമായ മലം എവിടുന്നാണ് വരുന്നത്? അത് ഞാനും എൻ്റെ പൂർവികന്മാരും ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് കാർമ്മികമായ മാലിന്യം എന്ന് പറയുന്നത്. പിന്നെ ആണവമലവും മായികമലവും പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ഉള്ള ഈ 2 മാലിന്യം. അത് സാധനയിൽ മുൻപോട്ട് പോയി അതിജീവിക്കാൻ കഴിയും. പക്ഷെ തടസ്സം എന്നിട്ട് എന്താ? ഈ ശരീരം ഉള്ളത് കൊണ്ട് ശരീരത്തിൽ നിൽക്കുന്ന സമയത്ത് കാർമ്മികമായ മാലിന്യങ്ങളെ കൊണ്ട് നമുക്കതവിടെ മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തടസ്സമുണ്ട്. അതാദ്യം പരിഹരിക്കണം. അപ്പൊ കാർമ്മികമായ പാപങ്ങൾ തീരാൻ എന്താ വഴി? പൊതുവെ നമ്മുടെ ധാരണ എന്താ കാർമ്മികമായ പാപത്തിന്റെ ദുരന്തം എന്താ, അതിന്റെ ദുഃഖം എന്താ? പൂർവജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായത്തെ. പൂർവജന്മത്തിലുള്ള പാപമാണ് ഈ ജന്മത്തിലെ ദുഃഖത്തിന്, എല്ലാ പരിമിതികൾക്കും കാരണം. വ്യാധിയാണ്. ദുഃഖമാണ്. ശാരീരികമായ രോഗങ്ങളാണെങ്കിലും ശരി, ദാരിദ്ര്യമാണെങ്കിലും അജ്ഞതയാണെങ്കിലും എല്ലാറ്റിനും കാരണം കാർമ്മികമായ പാപമാണ്. ഇതൊക്കെ വ്യാധിയാണ്. അത് തീരണം. അപ്പൊ സാധാരണ നമുക്ക് ധരിക്കെന്താ? പൂർവികന്മാർ പാപം ചെയ്തു, കുറെ പുണ്യകർമ്മം ചെയ്താൽ പരിഹരിക്കുന്നതാണല്ലോ. അപ്പൊ ഈ പൂർവജന്മം എന്താണ്? നമ്മുടെ പൊതുവെയുള്ള ധാരണ ആത്മാവ് എവിടുന്ന് വന്ന് ഇടും എന്ന് പറഞ്ഞു ജനിക്കുക. അങ്ങനെയല്ല. ആത്മാവിന് പുനർജന്മമില്ല എന്ന് ഭഗവത്ഗീത വ്യക്തമായിട്ട് പറഞ്ഞുണ്ട്. അപ്പൊ എവിടുന്നാണ് ജനിക്കുന്നത്? ആ ജനിക്കുന്നതിന്റെ ആരാണ് ഈ പാപം ചെയ്ത്? പൂർവികന്മാർ ആരാണ് ഈ പാപം ചെയ്ത്? പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ എവിടെയാ പൂർവ്വജന്മം? ഒരു മനുഷ്യൻ ജനിക്കുന്നു. ജനിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കലല്ലോ. ഗർഭപാത്രത്തിലുള്ള ആദ്യത്തെ ഒരു സെല്ലുണ്ടാവുന്നു, ഒരു കണിക ഉണ്ടാകുന്നു.
അവിടെ നിന്നാണല്ലോ അതാണല്ലോ ജനനം എന്ന് പറയുന്ന യഥാർത്ഥ സംഭവം. അത് വികസിച്ച് ആഹാരം കൊണ്ട് മറ്റ് പോഷകങ്ങൾ കൊണ്ട് വികസിച്ച ശരീരമായി മാറുന്നു. സമയമായി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നു, ജനിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ജനനം അവിടെയാണ് നടക്കുന്നത്. ആദ്യത്തെ സെല്ല് ഉത്പാദനം നടക്കുന്ന സമയത്ത്. അതിനു മുൻപ് അത് എവിടെയായിരുന്നു? മാതാപിതാക്കളുടെ അംശമായിരുന്നു. അപ്പൊ അവരുടെ മുഴുവൻ ഗുണങ്ങളും ദോഷങ്ങളും ഈ ആദ്യത്തെ വിത്തിനകത്ത്. നാം ജനിക്കുന്നത് നമ്മുടെ പൂർവികന്മാരായ മാതാപിതാക്കളുടെ ചിന്തകൾ, അവരുടെ കർമ്മഫലം, കർമ്മവാസന, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത്. അവരുടെ ഉള്ളിലോ, ആ മാതാപിതാക്കളുള്ളിലോ അവരുടെ പരമ്പരയുണ്ട്. അങ്ങനെ 7 തലമുറയുടെ കർമ്മഫലം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു മാവ്, ആ മാവിനകത്ത് മാങ്ങ ഉണ്ടാവുന്നു, പഴുക്കുന്നു. അതിൻ്റെ വിത്ത് പൂർണ്ണമായിട്ട് പാകമായാൽ ആ വിത്ത്, ആ മാങ്ങയുടെ അണ്ടി ദൂരെ ഒരു പക്ഷി കൊണ്ട് കൊത്തിയിടുന്നു. അത് വേറെ സാഹചര്യങ്ങൾ വളരുന്നു, വേറെ പശ്ചാത്തലത്തിൽ, വേറെ കാലാവസ്ഥയിൽ ജനിക്കുന്നു. ആ മാവിൻ്റെ ഇലയുടെ നിറവും അതിൻ്റെ സ്വാദും അതിൻ്റെ ഗന്ധവും എല്ലാം തള്ളമാവിൻ്റെതാണ്. കാരണം ആ തള്ളമാവിൻ്റെ മുഴുവൻ ഗുണങ്ങളും ആ ചെറിയൊരു മാങ്ങയുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പരമ്പരയെ 7 തലമുറകളുടെ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഫലം, കാർമ്മികമായ ഫലം ഓരോ മനുഷ്യനുള്ളിലും. മനസ്സിലായല്ലോ? ആധുനിക ജനിതക ശാസ്ത്രം ഇതിനെ പറയുന്നു. ആ പൂർവജന്മം എന്ന് പറഞ്ഞാൽ പൂർവജന്മകൃതം പാപം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികന്മാർ ചെയ്ത പാപവും പൂർവജന്മകൃതം പുണ്യം എന്ന് പറയുന്നത് അവർ ചെയ്ത പുണ്യവുമാണ്. ഒരു മനുഷ്യൻ സുഖം അനുഭവിക്കാൻ കാരണം, എല്ലാ മനുഷ്യ ജീവിതം കുറെ സുഖം ഉണ്ടായി, കുറെ ദുഃഖം ഉണ്ടാവും. കുറെ ദുഃഖം ഉണ്ടായി, കുറെ സുഖം ഉണ്ടാവും. വെറും ദുഃഖം മാത്രം ആർക്കും ഉണ്ടാവില്ല. ചിലപ്പോൾ ദുഃഖം നമുക്ക് വേർതിരിച്ചറിയ ദുഃഖം മാത്രമേ കഴിയുള്ളൂ. ചില സുഖം വേർതിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ സുഖം, എന്തെങ്കിലും സുഖം എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും, കുറെ ദുഃഖം ഉണ്ടാവും. എന്തായാലും അത് പൂർവജന്മകൃതമായിട്ട് വരുന്ന, പൂർവജന്മ അർജിതമായിട്ട് വരുന്ന. അപ്പോൾ അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പാപകർമ്മങ്ങൾ കുറെ ചെയ്തു, കുറെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് നശിക്കില്ല. പാപകർമ്മങ്ങളുടെ ഫലം നശിക്കില്ല. എന്താ കാരണം? കാരണം എന്ന് പറഞ്ഞാൽ കർമ്മഫലം അനുഭവിക്കാൻ, നല്ല കർമ്മങ്ങൾ ഫലിച്ചത് അതിന്റെ ഫലമായിട്ട് സദ്ഫലങ്ങളും, ദുഷ്കർമ്മം ചെയ്താൽ അതിന്റെ ഫലമായിട്ട് ദുഃഖങ്ങളും നമ്മളെല്ലാവരും അനുഭവിക്കും. കർമ്മഫലം അനുഭവിക്കണം നിർബന്ധമാണ്. അപ്പൊ എങ്ങനെ പാപം തീരുകയാണ്? തപോഭിക്ഷീണ പാപമാണ്. തപസ്സുകൊണ്ടാണ് പാപം തീരുക. തപസ്സുകൊണ്ട് മാത്രമേ പാപം തീരുള്ളൂ. ആ തപസ്സുകൊണ്ട് പാപം ദഹിക്കും. അതിന് തപസ് ചെയ്യുന്ന വഴി എന്താണ്? അവിടുന്ന് ആധ്യാത്മിക സാധന തുടങ്ങുന്നത്. ഒരു ഗുരുനാഥൻ്റെ അടുത്ത് വേണ്ട പോലെ ഉപദേശമാണ്. ഭാരതീയമായ ആധ്യാത്മിക പദ്ധതി, ധാരാളം പദ്ധതികളുണ്ട്. ആധ്യാത്മിക സാധന ധാരാളം പദ്ധതികൾ, 1, 2 ഒന്നല്ല, ഇഷ്ടം പോലെ. ഓരോരുത്തരുടെയും മനസ്സിനും ബോധത്തിനും പശ്ചാത്തലത്തിനും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന അത്രയും വിവിധമായ പദ്ധതികൾ, അത്രയും വിശാലമായ പദ്ധതികൾ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഭാഗ്യവശം നാം ജനിച്ചിരിക്കുന്ന ഹിന്ദുമതത്തിനുണ്ട്. അപ്പൊ അവിടെ ഏതെങ്കിലും പദ്ധതി തിരഞ്ഞെടുത്താൽ എവിടെ തുടങ്ങേണ്ടത്? ടെക്സ്റ്റ് നോക്കിയിട്ടല്ല പഠിക്കേണ്ടത്. അത് നേരത്തെ പരിശീലിച്ചിരിക്കുന്ന, അത് നേരത്തെ അഭ്യസിച്ച് ജീവിതത്തിൽ സ്വാംശീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വേണം നാം ആ ഉപദേശം സ്വീകരിക്കാൻ. അദ്ദേഹത്തിന് ഇവിടുന്ന് കിട്ടി, വേറെ പരമ്പരയിൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിന് തൊട്ടു മുൻപുണ്ടായിരുന്ന ഒരു പരമ്പരയിൽ നിന്ന് കിട്ടി. അങ്ങനെ നോക്കുന്ന സമയത്ത് എവിടുന്ന് തുടങ്ങുന്നത്? സ്വസ്തി ശിവാദി ശ്രീഗുരുഭ്യോ നമ. ശിവൻ മുതൽ, ഈ പ്രപഞ്ചത്തിന്റെ മാതാവ് ശിവനാണല്ലോ. മാതാച പാർവതീദേവി പിതാദേവോ മഹേശ്വര. ആ ശിവനിൽ തുടങ്ങി സ്വസ്തി ശിവാദി, തൻ്റെ ഗുരുനാഥൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്, ഒരു ഗുരു പരമ്പരയുണ്ട്. ആ പരമ്പരയിൽ നിന്ന് വേണം ഏത് തരത്തിൽ ആധ്യാത്മിക സാധനം സ്വീകരിക്കുക. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ തുടങ്ങണം, ഒരു ഗുരുവിൽ നിന്ന് തുടങ്ങണം.
ആ ഗുരുവിൽ നിന്ന് വേണ്ട പോലെയുള്ള ഉപദേശം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അത് അഭ്യസിച്ച് സാധന ചെയ്ത് ആ പരമ്പര നമ്മൾ അറിഞ്ഞിരിക്കണം. ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം തനിക്ക് അനുയോജ്യമാണോ, തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അനുയോജ്യമാണോ വ്യക്തിയോട് അന്വേഷിക്കണം. ഒരു നീണ്ട പാരമ്പര്യം ഉണ്ടാകണം. നാം അറിഞ്ഞ ഏത് പരമ്പരയിലാണ് അദ്ദേഹം നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം ഗുരുവിനെ സ്വീകരിക്കാം. കാരണം ഗുരു എന്നാൽ സത്യത്തിൽ പ്രത്യക്ഷമായ ആ ശിവന്റെ ചൈതന്യം. ആദ്യം സദാശിവൻ തുടങ്ങിയിട്ട് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര എന്നാണ് പറയാറ്. അവ സാക്ഷാൽ പരമശിവൻ തുടങ്ങി വരുന്ന ഒരു ചൈതന്യ പ്രവാഹമാണ് ഗുരുവിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ഒരു ചൈതന്യത്തിന് പ്രവാഹത്തിന് പാരമ്പര്യം വേണം എന്ന് മനസ്സിലാക്കാം. നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നിത്യേന സാധനയിലൂടെ, തപസ്സിലൂടെ തൻ്റെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാകും, മാറ്റം ഉണ്ടാകും. എന്താ സംഭവിക്കുന്നത്? ആ തപസ്സുകൊണ്ട് തപോഭി പാപം ക്ഷീണിക്കും. ആ പാപം ക്ഷീണിച്ചാൽ, കാർമ്മികമായ പാപങ്ങൾ തീർന്നാൽ പിന്നെ ബോധം പെട്ടെന്ന് മുൻപോട്ട് പോകാൻ സഹായിക്കും. ബോധതലത്തിന് വികസിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഈ പാപമാണ്. അതുകൊണ്ട് നാം തുടങ്ങേണ്ടത് ഒരു യഥാർത്ഥ ഒരു ഗുരുവിനെ കണ്ടെത്തണം. ഒരു പാരമ്പര്യമുള്ള ഗുരു പരമ്പരയിൽ നമ്മൾ എത്തിപ്പെടണം. ഒരു ഈശ്വരാധീനമാണ്. അവിടെ എത്തിപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ട പോലെയുള്ള ഉപദേശവും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് അതിലൂടെ മുൻപോട്ട്. ആരാണ് തപസ് ചെയ്യേണ്ടത്? പൊതുവെ നമുക്കൊരു ധാരണയുണ്ട്, സന്യാസിമാർ വീടൊക്കെ വിട്ടുപോയി അവരാണ് തപസ് ചെയ്യേണ്ടത് എന്നാണ് ആധുനിക കാലഘട്ടത്തിലെ പൊതുവെ ഹൈന്ദവ മതത്തിലുള്ളവരുടെ വിശ്വാസം. ശരിക്കും അങ്ങനെയല്ല. എന്താ കാരണം? ബ്രഹ്മചാരിയുടെ ധർമ്മം അധ്യയനമാണ്, പഠിക്കലാണ്, വിദ്യാഭ്യാസമാണ്. അത് കഴിഞ്ഞ് സന്യാസിയുടെ ധർമ്മം എന്താണ്? സന്യാസി തനിക്ക് മന്ത്രം പോലെ ഉപേക്ഷിച്ച സന്യാസി സമ്യക്കായിട്ട് ത്യജിക്കുന്നതാണ് സന്യാസി. അവര് ലോകത്തിനോട് ജീവിക്കുന്ന ആളുകളാണ്. കാരണം പൂർണ്ണമായി പാകമായി പക്വത വന്ന് പൂർണ്ണമായ രീതിയിൽ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ് സന്യാസി ആവേണ്ടത്. അതിനായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തപസ്സിയുടെ ആവശ്യമൊന്നുമില്ല. ഹംസമന്ത്രം മാത്രം കൊണ്ട് അജപ ഗായത്രി മാത്രം ജീവിക്കുന്നവരാണ്. ഞാനും പ്രപഞ്ചം ഒന്നാണ് എന്ന കൃത്യമായ ബോധതലത്തിൽ ഉള്ളവരാണ് സന്യാസിയാവേണ്ടത്. അപ്പൊ അവർക്ക് തപസ് കഴിഞ്ഞ അവര് പിന്നെ തപസ് ചെയ്യേണ്ടതാരാ? ഗൃഹസ്ഥന്മാരാണ്. ആ ഗൃഹസ്ഥൻ ജീവിതത്തിന്റെ മുഴുവൻ പ്രാരബ്ധങ്ങളും അനുഭവിക്കുന്ന, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ ഗൃഹസ്ഥൻ തപസ് ചെയ്യണം. ഗാർഹസ്ഥ്യ ധർമ്മത്തിന്റെ കൂടെ തന്നെ അനുഷ്ഠിക്കേണ്ടതാണ് തപസ്. കാരണം അടുത്ത തലമുറയെ പാകപ്പെടുത്തിയെടുക്കുന്ന ആരാ? ഗൃഹസ്ഥന്മാരാണ്. അടുത്ത തലമുറയെ തയ്യാറാക്കേണ്ട ആരുടെ ധർമ്മമാണ്? ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. അപ്പൊ അടുത്ത തലമുറയെ വേണ്ട പോലെ നയിക്കണമെങ്കിൽ ഒരു ആധ്യാത്മികമായ അനുഭവം വേണ്ടേ? ഈശ്വരാനുഗ്രഹം വേണ്ടേ? സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതൊരു ഈശ്വരാനുഗ്രഹമാണ്, അതൊരു ആധ്യാത്മികതയാണ്. അത് വേണമെങ്കിൽ ഇത് വേണം. തപസ് ചെയ്യുന്നവർക്കല്ലേ അടുത്ത തലമുറയെ വേണ്ടപ്പോൾ നയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണ് തപസ് ചെയ്യുക എന്നുള്ള കാര്യം. അങ്ങനെ തപസ്സിലൂടെ അവരെ പാപങ്ങൾ മുഴുവൻ തീർന്ന് അടുത്ത പരമ്പരയെ ശുദ്ധീകരിക്കുന്ന ജോലിയാണ് ഗൃഹസ്ഥനുള്ളത്. കാരണം ശ്രീവിദ്യാസാധനയുടെ പ്രത്യേകത കഴിഞ്ഞ 7 തലമുറ ചെയ്ത പാപങ്ങൾ തീരുമെന്നും വരുന്ന 7 തലമുറയ്ക്ക് പുണ്യം ഉണ്ടാകുന്നതാണ്. വരുന്ന 7 തലമുറയ്ക്ക് പുണ്യം ഉണ്ടാകും. കഴിഞ്ഞ പരമ്പര 7 തലമുറ വരെ ചെയ്ത പാപം തീരും. അതെങ്ങനെയാ പാപം തീരുക എന്നൊരു പ്രശ്നം. കഴിഞ്ഞ തലമുറയുടെ പാപം എങ്ങനെ തീരാ? എന്നാൽ മരിച്ചു പോയില്ലേ അവര്? സത്യത്തെ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ക്രമം അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മുടെ പിതൃക്കളുണ്ട്. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുണ്ട്. മരിച്ചുപോയത് പ്രേതങ്ങളാണ്. മരിച്ച ശരീരം പ്രേതശരീരം എന്നാണ് പറയുക, പിതൃശരീരം എന്ന് പറയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ
സജീവമായി നിൽക്കുന്ന നമ്മുടെ പൂർവികരുടെ ചൈതന്യമുണ്ട്. അപ്പൊ നേരത്തെ താൻ അനുഭവിക്കുന്ന സുഖത്തിനും ദുഃഖത്തിനും ഞാൻ അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് മനസ്സിലായി. അപ്പൊ തൻ്റെ തപസ് കൊണ്ട് തൻ്റെ ഉള്ളിൽ വന്നു ചേർന്നിരിക്കുന്നതും പിന്നീട് താൻ തന്നെ സൃഷ്ടിച്ചിരുന്ന പാപങ്ങൾ തീരും. താൻ ശുദ്ധീകരിക്കപ്പെട്ടാൽ അടുത്ത തലമുറയിലേക്ക് ഈ പാപം മുൻപോട്ട് പോകില്ല. അടുത്ത 7 തലമുറ ഒരു കുടുംബം ഒരു വ്യക്തി തപസ് ചെയ്താൽ അടുത്ത 7 തലമുറ വരെ ശുദ്ധീകരിക്കപ്പെടും. കാരണം തൻ്റെ ഉള്ളിലുള്ള ആ ജനിതകമായ ചൈതന്യം തന്നെയാണ് അടുത്ത തലമുറ സ്വാധീനിക്കാൻ പോകുന്നത്. ശ്രീവിദ്യാ സമ്പ്രദായത്തിന്റെ പ്രത്യേകത പൂർണ്ണമായ ഒരു തപസ്സായതുകൊണ്ട്, ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കുന്ന തപസ്സായതുകൊണ്ട്. കാരണം ശ്രീവിദ്യാ സമ്പ്രദായം സന്യാസിക്കുള്ളതല്ല. ശ്രീവിദ്യോപാസകൻ സന്യാസിയാകാൻ പാടില്ല എന്ന് പോലും നിയമമുണ്ട്. സന്യാസിക്ക് ശ്രീവിദ്യ സ്വീകരിക്കാം. പക്ഷെ ശ്രീവിദ്യോപാസകന്മാർ പൂർണ്ണദീക്ഷ കിട്ടിയവർക്ക് സന്യാസിയാകാൻ മന്ത്രം ഉപേക്ഷിക്കാൻ പാടില്ല. സന്യാസി മന്ത്രം പോലും ഉപേക്ഷിക്കും. അപ്പൊ സന്യാസിമാർക്കുള്ള സമ്പ്രദായമല്ല. ഒരു സംശയം നമുക്കുള്ള ഇത് ആർക്കാണ് വേണ്ടത്? ബ്രഹ്മചര്യം. കാരണം ബ്രഹ്മചര്യം തുടങ്ങുന്ന സമയത്ത് ഗായത്രി മന്ത്രമാണ് സാധന ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ശ്രീവിദ്യാ സമ്പ്രദായം തുടങ്ങേണ്ടത്. ഗൃഹസ്ഥായിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായി ഗൃഹസ്ഥന്മാർ ജീവിതത്തിന്റെ മുഴുവൻ പ്രാരബ്ധങ്ങളും അനുഭവിക്കുന്ന, ജീവിതത്തിന് മുഴുവൻ പരിമിതികളുള്ള ആ സാമൂഹ്യക്രമത്തിനകത്തെ ഗാർഹസ്ഥ ജീവിതം അനുഭവിക്കുന്ന ഗൃഹസ്ഥാശ്രമത്തിലാണ് ഈ ശ്രീവിദ്യാ സമ്പ്രദായം അനുഷ്ഠിക്കുക. അതിന് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അത് ഗുരുവിൽ നിന്ന് തുടങ്ങണം. മാറ്റം ആരംഭിക്കുന്നത് തൻ്റെ ഉള്ളിൽ നിന്നാണ്. അങ്ങനെ തപസ് പ്രപഞ്ചബോധനം വികസിക്കാൻ കഴിയും. അപ്പൊ എന്താണ് ഈ പ്രപഞ്ചബോധനം വികസിക്കാനുള്ള അർത്ഥം? എന്താണ് ആ പ്രപഞ്ചം? എന്താണ് ഭാരതീയമായ പ്രപഞ്ചത്തിന്റെ കാഴ്ചപ്പാട്? എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രപഞ്ചം എവിടുന്ന് ഉണ്ടായി? എങ്ങനെ പ്രപഞ്ചം ഉണ്ടായത്? നാം സാധാരണ കേൾക്കുന്ന കഥകൾ, പുരാണ കഥകളിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചു, ശിവൻ സംഹരിക്കുന്നു, വിഷ്ണു അതിനിടയിലുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഇതാണ് നമ്മുടെ ത്രിമൂർത്തി സങ്കല്പം എന്ന് പറയുന്നത്. ഒരു ചെറിയ കുഴപ്പമുണ്ട് അവിടെ. കാരണം ഇത് പുരാണങ്ങളിലാണ് ഉള്ളത്. പുരാണങ്ങള് ധാരാളം നല്ല സന്ദേശങ്ങൾ പുരാണങ്ങളിലാണ്. സതുദ്ദേശപരമായ കുറെ സന്ദേശങ്ങൾ പുരാണങ്ങളിലുണ്ട്. പക്ഷേ പുരാണങ്ങൾക്ക് ഒരു പ്രതീക പ്രശ്നമുണ്ട്. അത് പുരാണ കഥകളാണ്. പിന്നെ പുരാണ കഥകൾ എന്നാണ് പറയാ. അപ്പൊ പുരാണ കഥയ്ക്ക് എന്താ കുഴപ്പം? നാം സാധാരണ കുട്ടിക്കാലത്തൊക്കെ കഥകൾ പറഞ്ഞല്ലേ, മുത്തശ്ശിമാരൊക്കെ കഥകൾ പറഞ്ഞു തരും. ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞ മുത്തശ്ശിമാരാ. ആ മുത്തശ്ശിമാരെ കഥ കേൾക്കാത്ത കഴിഞ്ഞ തലമുറയിൽ ആരുമില്ല. ഈ പുതിയ തലമുറ ദൗർഭാഗ്യം മുത്തശ്ശിമാർ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും കഴിഞ്ഞ തലമുറയിൽ വരെ കൃത്യമായിട്ട് മുത്തശ്ശിമാരുണ്ടായിരുന്നു. ആധുനിക തലമുറ മുത്തശ്ശിമാരുടെ ഭാഗ്യവാന്മാരാണ് അവർ. അപ്പൊ എല്ലാ മുത്തശ്ശിമാർ കൂടുതൽ കഥകൾ പറഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ദിവസം ഉറക്കാൻ വേണ്ടി മുത്തശ്ശി കഥ പറയൂ, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ കുട്ടികളല്ലേ നാട്ടിൽ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ടാവും. അപ്പൊ മുത്തശ്ശി കഥകൾ പറയും. കഥകൾ പലപ്പോഴും കഥകളാണ് തൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാക്കി പറയുന്ന കഥകളാണ്. യുക്തിഭദ്രത ഉണ്ടാവില്ല. എന്തുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കും കുട്ടികൾ. ഒടുവില് മുത്തശ്ശി ഒരു നിയമം മുന്നോട്ട് വയ്ക്കും. കഥയിൽ ചോദ്യമല്ല കേട്ടോ എന്ന് പറയും. അല്ലേ? കഥയിൽ ചോദ്യമല്ല. എന്താ കാരണം? ചോദിച്ചാൽ യുക്തി ഉണ്ടാവില്ല, യുക്തിഭദ്രമാവില്ല. അപ്പൊ അതുപോലെ എല്ലാ കഥ, ഈ കഥ മുത്തശ്ശിമാരുടെ കഥയ്ക്കല്ല, പുരാണ കഥകൾക്ക് ഈ പ്രശ്നമുണ്ട്. അതിന് യുക്തിഭദ്രതയില്ല. ആ പുരാണ കഥകളുടെ നിലവാരത്തിലാണ് ലോകത്തുള്ള മറ്റ് മതങ്ങളുടെ നിലവാരതയുള്ളൂ. കാരണം കഥകളാണ്. ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന കഥകൾ, മനസ്സിലായാലും. അപ്പൊ സൃഷ്ടിച്ചു എന്ന് പറയുന്ന കഥകളുണ്ട്. പക്ഷെ ഭാരതത്തിലെ തന്ത്രശാസ്ത്രം ശാസ്ത്രമാണ്, കഥകളല്ല. തന്ത്രകഥ എന്നാലും പറയും, തന്ത്രശാസ്ത്രം എന്നാണ് പറയാറ്. ഈ തന്ത്രശാസ്ത്രത്തിന്റെ പ്രത്യേകത അത് ശാസ്ത്രമാണ്, യുക്തിഭദ്രമായിരിക്കണം. ശാസ്ത്രം കൃത്യമായി യുക്തിഭദ്രമായിരിക്കണം. അപ്പോൾ ശാസ്ത്രമാവുള്ളൂ. ഒന്നും കൂട്ടി 2 തന്നെ ആയിരിക്കണം. 1.5 ആവുമ്പോൾ 2.5 ആവുമ്പോഴല്ല. അപ്പൊ ശാസ്ത്രം വളരെ കൃത്യമായിരിക്കണം. അപ്പൊ തന്ത്രശാസ്ത്രത്തിന്റെ പ്രപഞ്ചവീക്ഷണ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, ആധുനിക ശാസ്ത്രം എന്താ പറയുന്നത്? സ്ഫോടത്തെ തുടർന്ന പ്രപഞ്ചം ഉണ്ടായെന്നല്ലേ? സ്ഫോടനം ഉണ്ടായി, ബിഗ് ബാങ് തിയറി, അവിടെ നിന്നാണ് ആധുനിക ശാസ്ത്രം തുടങ്ങുന്നത്.
നമ്മുടെ പൗരാണിക ഋഷീശ്വരന്മാർ ഇതന്നെ പറഞ്ഞത്. സ്ഫോടത്തെ തുടർന്ന് പറഞ്ഞുണ്ടായി. പ്രപഞ്ചസാര തന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം വ്യക്തമായിട്ട് പറയുന്നു, സ്ഫോടത്തെ തുടർന്ന് പ്രപഞ്ചമുണ്ട്. ശങ്കരാചാര്യരുടെ കൃതിയാണ് ഇത് പറയുന്നു. അതിന് മുമ്പേ പറഞ്ഞു വെച്ചതാണ്. സ്ഫോടത്തെ തുടർന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ആ സ്ഫോടത്തിന് മുൻപ് എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആധുനിക ശാസ്ത്രം പറയുന്നത് ശൂന്യതയാണ്. പക്ഷെ അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത് ശൂന്യതയാണെന്ന്. അത് മാറി വരുന്നുണ്ട്. പക്ഷെ പൗരാണികരായ ഋഷീശ്വരന്മാർ പറഞ്ഞു ശൂന്യതൊന്നും ഉണ്ടാവില്ല. പ്രപഞ്ച നിയമം അതാണ്. അതുകൊണ്ട് പ്രപഞ്ചം ശൂന്യതയൊന്നുമല്ല. അവിടെ ശുദ്ധമായ ഒരു ചൈതന്യം ഉണ്ടായിരുന്നു. ആ ചൈതന്യത്തെയാണ് നാം ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. അത് തന്ത്രത്തിൽ ശൈവിദ്യ സമ്പ്രദായത്തിൽ അതിനെ ശിവൻ എന്ന് പറയുന്നു. ത്രിമൂർത്തികളുടെ ശിവനല്ല. ആ ശുദ്ധ ചൈതന്യത്തെയാണ് ശിവൻ, ശുദ്ധമായ ബോധം എന്ന് പറയുന്നു. ആ ചൈതന്യം ശുദ്ധമായ ബോധം എന്ന് പറയുന്നു. അപ്പൊ അവിടെ ആ ചൈതന്യത്തിനാണ് സാധാരണക്കാരൻ ഈശ്വരൻ എന്ന് പറയുന്നത്. വേദാന്തികൾ പരബ്രഹ്മമെന്നും പരമാത്മാവ് എന്നും ഒക്കെ പറയുന്നു അതിനെയാണ്. ആ ചൈതന്യത്തിനാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടത്തെ തുടർന്ന് ആ ചൈതന്യം പടിപടിയായി പരിണമിച്ച് പ്രപഞ്ചമായി പരിണമിക്കുന്നു. ആ പ്രപഞ്ചമായി പരിണമിക്കുന്ന പ്രക്രിയയിൽ 96 തത്വങ്ങളായിട്ട് പരിണമിച്ചു എന്നും അതൊന്നുകൂടെ ചുരുക്കിയാൽ 36 തത്വങ്ങളായി ചുരുങ്ങുമെന്നും വേറെ രീതിയിൽ പറഞ്ഞ് 24 തത്വങ്ങളായി എന്നും ഒക്കെ പറയുന്നു. ഇതൊക്കെ അടിത്തറയുണ്ട്, അവിടെ ബന്ധങ്ങളുമുണ്ട്. ആത്യന്തികമായി ചുരുക്കി പറഞ്ഞാൽ 5ആയിട്ട് പരിണമിക്കുന്നു, പഞ്ചീകരിക്കപ്പെടുന്നു. ആ ചൈതന്യം പഞ്ചീകരിക്കപ്പെടുന്നു. പ്രഹർഷേണ ആ ചൈതന്യം 5ആയിട്ട് പരിണമിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് പ്രപഞ്ചം എന്ന പേരുണ്ടായത്. ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചം എന്ന ഉണ്ടായത് ആ ശുദ്ധമായ ചൈതന്യം ഘനീഭൂതമായി 5ആയിട്ട് പരിണമിച്ചതുകൊണ്ട് 5 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. എന്താണ് പരിണമിക്കുന്നത്? ആ ശുദ്ധമായ ചൈതന്യമാണ്. ആ ശുദ്ധമായ സ്വയം സ്ഫോടത്തെ തുടർന്ന് സ്വയം പരിണമിച്ച് പഞ്ചഭൂതങ്ങളായിട്ട് പരിണമിക്കുന്നു. നമ്മൾ പഞ്ചീകരണം എന്ന് പറയുന്നത് ആകാശതത്വം, വായുതത്വം, അഗ്നിതത്വം, ജലതത്വം, പൃഥ്വിതത്വം. ഈ 5ആയിട്ട് പരിണമിക്കുന്നു. എന്നിട്ടത് അവസാനം വന്നിരിക്കുന്ന ഇവിടെ പൃഥ്വിതത്വത്തിലാണ്. ഏറ്റവും ഘനീഭൂതമായ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നു, കട്ടിയായ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നു, സാന്ദ്രീകൃതമാവുന്നു, ഘനീഭൂതമായി കട്ടിയായിത്തീരുന്നു. അങ്ങനെ കട്ടിയായിത്തീരുമ്പോൾ എന്താ ഈ കട്ടിയായിത്തീരുന്ന അവസ്ഥ? എന്താ? ആ ശുദ്ധമായ ഈശ്വര ചൈതന്യം. വേറൊന്നും ചേർന്നില്ല അതിനകത്ത്. സ്ഫോടത്തിന് മുൻപേ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ചൈതന്യം സ്വയം പരിണമിച്ച് പ്രപഞ്ചമായി തീരുന്നു. ആ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു നിൽക്കുന്നു ആ ചൈതന്യം. കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു, അടിയിൽ തീയൊക്കെ കൂട്ടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ ചൂടായിട്ട് നീരാവിയാവും. ആ നീരാവിയിലെ പൂർണ്ണമായിട്ട് ജലം മാത്രമേ ഉള്ളൂ, വേറൊന്നും ചേർന്നിട്ടില്ല അതിനകത്ത്. കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ ഒരു ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ കുറേ കാലം കഴിഞ്ഞ് മഞ്ഞ് കട്ടയായി മാറും. അതിനകത്ത് ജലം മാത്രമേ ഉള്ളൂ. കാരണം ജലം സ്വയം പരിണമിച്ച് കട്ടിയായ അവസ്ഥയിലേക്ക് മാറുന്നു, ഒരു വായുതത്വമായിരുന്ന നീരാവിയിലേക്ക് മാറുന്നു. രണ്ടിനകത്തും ജലം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആ ശുദ്ധമായ ഈശ്വര ചൈതന്യം സ്ഫോടത്തെ തുടർന്ന് സ്വയം പരിണമിച്ച് ആകാശമായി, വായുവായി, അഗ്നിയായി, ജലമായി, പൃഥ്വിയായി പഞ്ചീകരിക്കപ്പെടും. അങ്ങനെ പ്രപഞ്ചമായി പരിണമിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തിന് എന്താ ഉള്ളൂ? ഈശ്വര ചൈതന്യം മാത്രമേ ഉള്ളൂ. കാരണം വേറൊന്നും ചേർന്നിട്ടില്ല. ഈശ്വര ചൈതന്യമാണ് പരിണമിച്ച് പ്രപഞ്ചമായി തീരുന്നത്. അപ്പോൾ നാം പറയില്ലേ, പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നുണ്ടല്ലോ. എല്ലായിടും നിറഞ്ഞിരിക്കുന്നു. ആ പ്രപഞ്ചത്തിന് അടിസ്ഥാന ഘടകം പരമാണുക്കളായതുകൊണ്ട് ഓരോ പരമാണുവിലും ഈ ഈശ്വര ചൈതന്യമുണ്ട്. ഞാനും നിങ്ങളും സൃഷ്ടമായത് പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം നമ്മുടെ ഉള്ളിലും ആ പരമാണുക്കളെ കൂടെ സൃഷ്ടമാണ് നമ്മളെല്ലാവരും. അത് നമ്മുടെ ഉള്ളിലും ഞാൻ ഈശ്വര ചൈതന്യവും. ഈ പാപത്തിന്റെ ഫലമായിട്ട് തൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ അനുഭവിക്കാൻ എന്ത് വേണം? തൻ്റെ ഉള്ള പാപം തീരണം, തൻ്റെ കണ്ണ് തുറക്കണം. ഗുരുനാഥന്റെ ജോലി എന്താ? ഞാൻ കേവലം ഒരു വ്യക്തിയാണ് എന്നുള്ള അജ്ഞതയിൽ നിന്ന് മാറ്റിയിട്ട് അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ, പൂർണ്ണമായ ബോധത്തിന്റെ വികാസമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം നമുക്ക് നൽകുന്ന ആളാണ് ഗുരുനാഥൻ. അങ്ങനെ നമുക്ക് ജ്ഞാനം ലഭിച്ചാൽ ഞാൻ കേവലം എൻ്റെ ചൈതന്യം എന്ന് പറയുന്ന ഈ ശരീരം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് പ്രപഞ്ചബോധത്തോളം വികസിച്ചതാണെന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റും. ആ അനുഭവിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത്. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ, ഒരു സൂചി, ജ്ഞാനമാകുന്ന ഒരു സൂചി കൊണ്ട് ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന, എൻ്റെ കണ്ണ് തുറക്കുന്ന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരു, കേവലം ഗുരു എന്ന് പറയുന്നത് ഒരു അധ്യാപകനല്ല. നമ്മളിവിടെ മനസ്സിലാക്കണം, ഒരു ഗുരു എന്ന് ഒരു അധ്യാപകനല്ല. കാരണം എന്താ? അധ്യാപകന്റെ ധർമ്മം എന്താണ്? ഈ ക്ലാസ് ഇതിപ്പോ ഒരു അധ്യാപനമാണ്. കാരണം പല കാര്യങ്ങളും പറഞ്ഞത് ഞാൻ വായിച്ചത് മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു. ഇത് ഇത് ഗുരുശിഷ്യ ബന്ധമല്ല. ഇവിടെ അധ്യാപനം എന്ന് പറയുന്ന സമയത്ത് അധ്യാപകൻ നേരത്തെ വായിച്ചൊരു സാധനം നേരത്തെ മനസ്സിലാക്കിയത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് അധ്യാപകന്റെ ധർമ്മമാണ്. പലപ്പോഴും നമ്മൾ അധ്യാപകനെ ഗുരുവായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അധ്യാപകൻ വേറെ, ഗുരു വേറെ. പിന്നെയോ ആചാര്യന്മാരുണ്ട്. ആചാര്യന്റെ ധർമ്മം എന്താണ്? ആചരിച്ച് കാണിച്ചു കൊടുക്കുക. ഒരു കാര്യം ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ആചരിക്കേണ്ടത് ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക. ഇതാണ് ആചാര്യനെ ഗുരു. ആചാര്യനെ കണ്ടുപഠിക്കാം, അധ്യാപകനെ കേട്ട് പഠിക്കാം, അല്ലെങ്കിൽ കണ്ണിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ പഠിക്കാം. ഇന്ദ്രിയങ്ങളിലൂടെയാണ് അധ്യാപനം നടക്കുന്നത്. കണ്ണിലൂടെ കണ്ടുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ചെവിയിലൂടെ കേട്ടുകൊണ്ട് പഠിക്കാം. മൂക്കിലൂടെ ഘ്രാണിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ത്വക്കിലൂടെ സ്പർശിച്ചുകൊണ്ട്, നാവിലൂടെ രസിച്ചുകൊണ്ട്. 5 തരത്തിലാണ് നാം പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നത്. ഒരു അധ്യാപകന് ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ പകർന്നു തരാൻ പറ്റുക. അത് വിജ്ഞാനമാണ്. അതൊരു ജ്ഞാനമല്ല. ജ്ഞാനം എന്ന അറിവല്ല. വിജ്ഞാനം എന്ന വിശേഷണമുള്ള അറിവ്, വിശേഷണം ജ്ഞാനം, അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഇത് പകർന്നു തരാൻ അധ്യാപകനാണ്. പക്ഷെ അതിന് വലിയ പരിമിതിയുണ്ട്. കാരണം എന്താ? നാം ഇന്ദ്രിയങ്ങളോട് ലഭിക്കുന്ന മുഴുവൻ 100% നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താ? ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ഉൾക്കൊള്ളുന്നത് 2 പരിമിതികളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് ബുദ്ധിയും ഒന്ന് മനസ്സും. മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഒരു കാര്യം ഉൾക്കൊള്ളാൻ നമ്മൾ ചെയ്യും. അത് പലപ്പോഴും പൂർണ്ണമാവില്ല. ഞാൻ സാധാരണ പറഞ്ഞൊരു ഉദാഹരണം, എൻ്റെ മുന്നിൽ ചുമരുണ്ട്. ആ ചുമര്, ഞാൻ ഒരാളെന്നോട് ചോദിച്ചു, ഈ ചുമര് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഞാൻ പറയാം, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും സിമെന്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് എന്ന് പറയും അല്ലേ? അയാൾ ചോദിക്കുക, നിങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാക്കുന്ന ആൾ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് പറയാൻ കാരണം ഇതുപോലെ മറ്റ് ചുമരുകൾ സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ ബുദ്ധിയിൽ അത് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുക, ഈ ചുമരുണ്ടാക്കിയത് കല്ലുകൊണ്ട് മണ്ണുകൊണ്ടും. അപ്പം ഞാൻ പറയാം അങ്ങനെ, മനസ്സിലായല്ലോ. പക്ഷെ ഇത് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കി അത് പെയിന്റ് അടിച്ചാൽ അതുപോലെ ചുമര് പോലെ തോന്നി, നമ്മൾ ഇതേപോലെ തോന്നും ഇല്ലേ? പലപ്പോഴും അനുഭവിക്കാറില്ലേ? ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഇതേ സാധനം ഉണ്ടാക്കാം. ആധുനിക കാലഘട്ടത്തിൽ ആധുനികമായ ഉപകരണങ്ങളുണ്ട്, ആധുനികമായ വസ്തുക്കളുണ്ട് വീടുണ്ടാക്കാൻ. കണ്ടാൽ നമുക്ക് ചുമരാണെന്നേ തോന്നുള്ളൂ. ഈ കല്ലുകൊണ്ട് മണ്ണുകൊണ്ട് ചുമരാണെന്ന് തന്നെ തോന്നുള്ളൂ. പക്ഷെ പലപ്പോഴും അത് പ്ലാസ്റ്റിക് ആയിരിക്കും. അനുഭവത്തിലേ അറിയുള്ളൂ. പക്ഷെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഞാൻ നേരത്തെ ഒരു ചുമര് കണ്ടിട്ടുണ്ടല്ലോ, അത് കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കി ഞാൻ കണ്ടതാണല്ലോ എന്ന് മനസ്സും ബുദ്ധിയും നമ്മൾ പറയും. അപ്പൊ വിജ്ഞാനത്തിന്, അറിവിന്, അധ്യാപനത്തിലൂടെ നേടിയെടുക്കുന്ന വിജ്ഞാനത്തിന്, ഇന്ദ്രിയങ്ങളിൽ കിട്ടുന്ന അറിവിന് ഈ പരിമിതി. ജ്ഞാനം സമഗ്രവും പൂർണ്ണവുമാണ്. ഒരു ഗുരുനാഥനുടെ ശിഷ്യന് ലഭിക്കുന്നത് ജ്ഞാനമാണ് ലഭിക്കേണ്ടത്, അറിവല്ല. ജ്ഞാനം സമഗ്രമാണ്, അത് പൂർണ്ണമാണ്, ഒരിക്കലും വൈകല്യം ഉണ്ടാവില്ല. അത് ഇന്ദ്രിയങ്ങളിൽ ലഭിക്കുന്നതല്ല. ഇന്ദ്രിയാതീതമായ രീതിയിൽ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ആളാണ് ഗുരുനാഥൻ. തൻ്റെ ആത്മാവിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട്
ഒരു വ്യക്തിയെ സഹായിക്കുന്ന, ആ പരമാത്മ ബോധത്തിലേക്ക് തൻ്റെ ആത്മാവിനെ നയിക്കുന്ന, സഹായിക്കുന്ന, കൂടെ കൊണ്ടു നടക്കുന്നതാണ് ഗുരുനാഥൻ. ഗുരുനാഥന്റെ സങ്കല്പം ഏറ്റവും ഒരു സങ്കല്പം ദക്ഷിണാമൂർത്തി സങ്കല്പമാണ്. ശിഷ്യന്മാർ, യുവാവായിരിക്കുന്ന ഗുരുനാഥൻ, ശിഷ്യന്മാർ, വൃദ്ധന്മാരെ ശിഷ്യന്മാർ, ജ്ഞാനം അന്വേഷിച്ച ധാരാളം ശിഷ്യന്മാർ മുമ്പിലുണ്ട്. അവർ പ്രായം കൊണ്ടല്ലേ വളർത്തിക്കുണ്ടായത്, അന്വേഷണം കൊണ്ടാണ്. അവര് ഗുരുനാഥന് മുൻപിൽ പോയി ഇരിക്കുന്നു. ഗുരു നിശബ്ദനായിട്ടിരിക്കുക, മനസ്സം മൗനിയാണ് ഗുരുനാഥൻ. പക്ഷെ ആ പ്രപഞ്ച ചൈതന്യം ആ ഗുരുവിന്റെ സാന്നിധ്യത്തിലൂടെ ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുന്നു. അവ ശിഷ്യന്മാരെ ജ്ഞാനം ഉണ്ടാകുന്നു. അത് ഇന്ദ്രിയങ്ങൾ ലഭിക്കുന്നതല്ല, തപസ്സിലൂടെ ലഭിക്കുന്നതാണ്. ഒരു തപസ്സിലൂടെ ഒരു മനുഷ്യൻ ജ്ഞാനിയായിത്തീരുന്നു, പൂർണ്ണതയിലേക്ക് വികസിക്കുന്നു. അങ്ങനെ പൂർണ്ണതയിലേക്കുള്ള വികാസത്തെയാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. വിദ്യ എന്ന് പറയുന്നത് വേദം, ജ്ഞാനം എന്നാണ് അർത്ഥം. അപ്പൊ ശ്രീവിദ്യ എന്ന് പറയുന്നത് ജ്ഞാനപൂർണമായ ജ്ഞാനസമ്പാദന മാർഗമാണ്. സമഗ്രമായ ബോധതലത്തിന്റെ വികാസമാണത്. ആത്മാവിന്റെ പൂർണ്ണമായ വികാസമാണ്. അതൊരു ഗുരുവിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏത് ആധ്യാത്മിക ശാസ്ത്രവും തുടങ്ങുന്നത് ഗുരുവിൽ നിന്നാണ്. കാരണം അത് നേരത്തെ അനുഭവിച്ച് അത് പകർന്നു കൊടുക്കാൻ മാത്രം പാകമായി തീർന്നതാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത്. അല്ലെ ഗുരുനാഥൻ ആവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുരു പരമ്പരയിൽ നിന്നാണ് നാം ശ്രീവിദ്യാ സമ്പ്രദായം സ്വീകരിക്കേണ്ടത്. കാരണം അധ്യാപനമല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇവിടെ പഠിക്കാനൊന്നുമില്ല. മനസ്സിലായല്ലോ, ഇവിടെ പഠിക്കാൻ വേണ്ടി യാതൊന്നുമില്ല. ശ്രേഷ്ഠാചാര സഭ ആചരണങ്ങളുടെ സഭയാണ്. ആചരിക്കേണ്ടതാണ്, അനുവർത്തിക്കേണ്ടതാണ്. സാധാരണ ആധ്യാത്മിക ധാരാളം ക്ലാസ്സുകൾ നടക്കാറുണ്ട്, നമുക്ക് ധാരാളം ഗുണം ചെയ്യും ധാരാളം ആധ്യാത്മിക. പക്ഷെ അവിടെ കേട്ടാൽ മതി. അവിടെ പഠിക്കാനാണ് പോകുന്നത്. ഇവിടെ പഠിക്കാൻ വേണ്ടി ഒന്നും വന്നിരിക്കാൻ, ഒന്നും പഠിപ്പിക്കാനില്ല. മനസ്സിലായല്ലോ, ഒന്നും പഠിക്കാനില്ല. അതുകൊണ്ട് അത് പഠിക്കാൻ ഞാൻ പഠിച്ചു കളയാം എന്ന് ആരും വരണ്ട. ആചരിക്കേണ്ട സഭയാണ് ശ്രേഷ്ഠാചാര സഭ. അതിൻ്റെ ഭാഗമാണ് പുനർജൻ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം. ശ്രേഷ്ഠാചാര സഭയാണ് അതിൻ്റെ ഒറിജിനൽ മൂലസംഘടന, മാതൃസംഘടന. കഴിഞ്ഞ 30-35 വർഷങ്ങളായിട്ട് ഇതൊക്കെ അഭ്യസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഹൈന്ദവ സേവനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവിടെ ആചരിക്കണമെന്ന് നിർബന്ധമാണ്, അനുവർത്തിക്കണമെന്ന് നിർബന്ധമാണ്, സാധന ചെയ്യണം നിർബന്ധമാണ്. സാധന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാഠ്യപദ്ധതി നാം തയ്യാറാക്കിയത്. നിരന്തരമായി കുറെ വർഷങ്ങളോട് എടുക്കുന്നതാണ്. നമ്മുടെ ഒന്നാമത്തെ ബാച്ച് കൊറോണയ്ക്ക് ശേഷമാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയത്. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. 30 വർഷത്തോളമായിട്ട് ശ്രേഷ്ഠാചാര സഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോടും എറണാകുളത്തും കണ്ണൂരും ബാംഗ്ലൂരും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റം വന്നത് കൊറോണ കാലത്ത് എല്ലാം അടച്ചുപൂട്ടി കെട്ടിയ സമയത്ത് ഒരു പുതിയ രീതിയിലുള്ള പാഠ്യപദ്ധതി ആരംഭിച്ചു. അതാണ് ഓൺലൈൻ. ആദ്യ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ധാരാളം സമൂഹം എത്തുന്ന സാധാരണ ഒരു ഓഫ് ലൈൻ ക്ലാസ്സുകൾക്ക് ഒരു ക്ലാസ്സിന്റെ പരിമിതി, ചുമരിന്റെ പരിമിതിയുണ്ട്. ആ അതങ്ങ് ബ്രേക്ക് ചെയ്തു, അത് പൊട്ടിച്ചു. ചുമരൊക്കെ വേണ്ടാന്ന് വെച്ചു. ഇപ്പോഴത്തെ അതൊരു പ്രപഞ്ചമാണ്, ഈശ്വരനെ പോലെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചേക്കാം. കേട്ടല്ലോ, അങ്ങനെ സൗകര്യങ്ങൾ വന്നു. ആ ആധുനിക ഉപകരണം ഉപയോഗിച്ച് നമ്മൾ ഈ കാര്യം നമ്മൾ നിങ്ങളോട് സംവദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് പഠനമല്ല, അത് അഭ്യാസമാണ്, ആചരണമാണ്. അത് തുടങ്ങുന്ന ഗുരു പരമ്പരയിൽ നിന്നാണ്. ശിവൻ മുതൽ തൻ്റെ ഗുരുനാഥൻ വരെ നീണ്ടൊരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം ആരംഭിക്കുന്നു. തന്നിലേക്ക് പരിവർത്തനം വരുത്താൻ വേണ്ടിയിട്ടാണ്. ആ മാറ്റം വരാൻ വേണ്ടി സ്വയം തയ്യാറാവണം. പൂർണ്ണമായിട്ട് ആധ്യാത്മിക ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവർക്ക് മാത്രമാണ് ഈ ക്ലാസ് ഉള്ളത്. പക്ഷെ ശ്രീവിദ്യാ സമ്പ്രദായ പ്രത്യേകത യോഗോ ഭോഗോരഥം തന്ത്രം എന്നാണ്. ഭൗതികമായ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ശ്രീവിദ്യാ സമ്പ്രദായം. യോഗമോ ഭോഗോരഥം തന്ത്രം. ഭോഗം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഭൗതികമായ സുഖങ്ങളാണ്. ഒരു ഗൃഹസ്ഥൻ എന്തൊക്കെ സുഖങ്ങൾ അനുഭവിക്കുക, ഇതിന് മുഴുവൻ വേണ്ടിയിട്ടാണ് ശ്രീവിദ്യ. അതേസമയം യോഗമുണ്ട്, ആധ്യാത്മിക ജീവാത്മ പരമാത്മ ഐക്യത്തെയാണ് യോഗം എന്ന് പറയുന്നത്. ശക്തി ശിവനിൽ ലയിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളതാണ് തന്ത്രം.
മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്, ജീവിതത്തിന് മുഴുവൻ പരിമിതികളുള്ള ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്, ആധ്യാത്മിക സാധനം താല്പര്യമുള്ളവർക്കാണ്, തപസ് ചെയ്യാൻ തയ്യാറുള്ളവർക്കാണ്. പഠിക്കാൻ തയ്യാറുള്ളവർക്കല്ല, ഒന്നും പഠിക്കാനില്ല. കുറേ കാലം കഴിഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ തൻ്റെ ഉള്ളിൽ പരിവർത്തനം വന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ആ കാര്യം ഉറപ്പാണ്. കാരണം അനുഷ്ഠാനങ്ങളിലൂടെ മാറ്റം വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതിയാണ് പാരമ്പര്യവന്തിയായ ശ്രീവിദ്യാ സമ്പ്രദായം. അതുകൊണ്ട് ഇതൊരു നീണ്ട കാലഘട്ടത്തിലൂടെ നമ്മൾ പൂർണ്ണമായി മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണ് ഈ കാര്യം. ധാരാളം ആധ്യാത്മിക പദ്ധതികൾ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും ചെറിയ ഒരു പരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഈ പാഠ്യപദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകും. അതിലെ 3ാമത്തെ ബാച്ചാണിത്. അതിൻ്റെ നിയമങ്ങൾക്കനുസൃതമായിട്ട് നമുക്കിതിൽ പങ്കെടുക്കാൻ കഴിയും. അതിന് സാമാന്യ ചില ചട്ടവട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിമിതിക്കുള്ളിൽ നിൽക്കാൻ തയ്യാറുള്ളവർക്ക് നമുക്ക് മുന്നോട്ട്. പ്രധാനമായിട്ടും നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ പോയിട്ട് മന്ത്രോത്സവം പാടില്ല. ഉള്ളവർ അതെന്താണെന്ന് പറയണം. എൻ്റെ പദ്ധതി നിന്നാണ് വരുന്നത് എന്ന് പറയുന്നത് നന്നായിരിക്കും, കേട്ടല്ലോ. കാരണം പിന്നെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്, എനിക്കുണ്ടാവരുത്. മറ്റ് പദ്ധതി വന്ന് വരണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്താണെന്ന് അറിയണം, കൃത്യമായ പദ്ധതിയാണോ എന്ന് അറിയണം. അപ്പം അത് ഒഴിവാക്കാനും ഞാൻ പറയുന്നില്ല. മറ്റ് പദ്ധതികൾ വന്നതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല. ഈ സമ്പ്രദായത്തിൽ പറയാം, അതിലൊരു പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, കൃത്യമായ ധാരണ പരസ്പരം വേണം. അപ്പോൾ അതുകൊണ്ട് മറ്റ് പദ്ധതികളിലും ധാരാളം വരാറുണ്ട് സാധാരണ. പക്ഷെ അവരെ എന്താണ് ഇത് ചെയ്യുന്നത് അവർക്ക് അറിയണം, അത് സംഘാടകന്മാർക്കും അറിയണം. അതുകൊണ്ട് അവർക്ക് അറിഞ്ഞിട്ട് പരസ്പരം കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായ വ്യക്തമായ ധാരണയോടുകൂടി നമുക്ക് ഈ സാധന തുടങ്ങാം. അതുകൊണ്ട് 4 ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് വെക്കാൻ കാരണം ഈ 4 ക്ലാസ്സും കഴിഞ്ഞ ശേഷം ഔപചാരിക ക്ലാസ് തുടങ്ങും. അടുത്ത ക്ലാസ് അടുത്ത ശനിയാഴ്ചയില്ല, പിറ്റത്തെ ശനിയാഴ്ച 15-ാം തീയതി ഉണ്ടാവുക. ഇന്നിപ്പോൾ 15-ാം തീയതി അടുത്ത ക്ലാസ് ഉണ്ടാവും. അങ്ങനെ ഈ മാസം കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ഇപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് ഏകദേശം മാർച്ച് മാസത്തോടു കൂടെ നമുക്ക് ക്ലാസ് ഔപചാരികമായ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് പറയാം. താല്പര്യമുള്ള കൂട്ടുകാർ, ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല, താല്പര്യം ആളുകൾ കണ്ടെത്തിയാൽ നിങ്ങളോട് അവരുടെ ഇക്കാര്യം സന്ദേശം പറയാം, സന്ദേശം കൊടുക്കണം. 15-ാം തീയതി ഇതേ ലിങ്കിലാണ് നമ്മൾ കയറേണ്ടത്. ഇതേ ലിങ്ക് തന്നെ 15-ാം തീയതി ഉണ്ടാവുക. അപ്പോൾ 15-ാം തീയതി ഇതേ സമയത്ത് 7:30 മണിക്ക് വീണ്ടും കയറാം. ശേഷം നമുക്ക് കൃത്യമായി മുമ്പോട്ട് പോകാം. എന്തെങ്കിലും സംശയങ്ങളുണ്ട് നമുക്കിപ്പം ചോദിക്കാം. നമസ്കാരം ഗുരുനാഥ. ഗുരുനാഥ, ഞാൻ വേറെ സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്യുന്നതിനെ പറ്റി പിന്തുടരുന്നതിനെ പറ്റി ഗുരുനാഥൻ പറഞ്ഞപ്പോൾ അത് പറയണമെന്ന് വെച്ചിട്ടാണ്. സദ്ഗുരുവിന്റെ ഇഷ യോഗയുടെ അതിന്റെ ഹഠയോഗയും കുറച്ച് അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ശ്രീവിദ്യ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടും കൂടി മിക്സ് ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ സമ്പ്രദായം ഇത് കൂടെ മിക്സ് ചെയ്യാൻ ഹൈപ്പറൈസ് ഉണ്ടാവരുത്, കേട്ടോ. ഇത് ഇതായിട്ടും അതായിട്ടും പഠിക്കണം. തീർച്ചയായും അത് ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ ചെയ്യുന്നത്. ആദ്യം ചെയ്തു അതിന് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ രണ്ട് സംഗതി രണ്ടായിട്ട് സൂക്ഷിക്കണം, കേട്ടോ. തീർച്ചയായും അവിടെ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഇവിടെ ചോദിക്കരുത്, അവിടെ എങ്ങനെയല്ലേ ചോദിക്കരുത്. ഇവിടുത്തെ കാര്യം അവിടെ പോയി ചോദിക്കേണ്ട. മനസ്സിലായല്ലോ? അത് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവും, നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകൾ സൂക്ഷിക്കണം. തീർച്ചയായും. ശരി, അപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ 15-ാം തീയതി കാണാം. എല്ലാവരും നിവർന്നിരിക്കുക, നാമം ജപിച്ച് അവസാനിപ്പിക്കാം. ശിരസ് തൊട്ടുകൊണ്ട് വാമദേവ ഋഷി മേൽച്ചുണ്ടിൽ പങ്ക്തിച്ചിന്ത ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു
ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അപ്പൊ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാവരും നിവർന്നിരിക്കുക. ഈ അധ്യയനം നമുക്ക് നമ്മുടെ കുടുംബത്തിനും മുഴുവൻ ഹിന്ദു സമൂഹത്തിനും ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. 15-ാം തീയതി നമുക്ക് വീണ്ടും കാണാം.